എല്ലാ കണ്ണുകളും ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക്. ഇനി മണിക്കൂറുകൾ കൂടി മാത്രം. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കും വിരാമം. ലോക ചാമ്പ്യനെ തീരുമാനിക്കുന്ന കലാശ പോരാട്ടം. ലോകകപ്പ് ഫൈനലുകൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ ചില ഫൈനലുകൾ ട്രോഫിക്കപ്പുറത്ത് ഒരു തലമുറയെ നിർവചിക്കും. അത്തരത്തിലൊന്നാണ് 2026 ലോകകപ്പ് ഫൈനൽ. ഒരു വശത്ത് നിലവിലെ ലോക ചാമ്പ്യൻ അർജന്റീന, മറുവശത്ത് യൂറോപ്യൻ ചാമ്പ്യൻ സ്പെയിൻ. ലോക ഫുട്ബോളിലെ രണ്ട് വ്യത്യസ്ത ഫിലോസഫികൾ. ഒരു വേദിയിൽ ഏറ്റുമുട്ടുന്ന രണ്ട് തലമുറകൾ, രണ്ട് ചരിത്രങ്ങൾ. ലോകകപ്പ് ചരിത്രത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യന്മാരും ഫൈനലിൽ നേർക്കുനേർ എത്തുന്ന അപൂർവ നിമിഷം. ഈ ടൂർണമെന്റിൽ ഏറ്റവും മനോഹരമായി കളിച്ച ടീമുകളിലൊന്നാണ് സ്പെയിൻ. പന്ത് കൈവശം വെച്ച് കുറുകിയ പാസുകളിലൂടെ കളിയുടെ വേഗം നിയന്ത്രിക്കുന്ന ടിക്കി ടാക്ക ശൈലി. ഇത് പഴയ സ്പെയിൻ അല്ല. അവസരം കിട്ടിയാൽ മിന്നും വേഗത്തിൽ ലക്ഷ്യം കാണുന്ന പുതിയ സ്പെയിൻ. കളിയുടെ താളം നിയന്ത്രിക്കുന്ന റോഡ്രി, ഒപ്പം നിക്കോ വില്യംസും ഡാനി ഓൾമോയും. എതിരാളികളുടെ പ്രതിരോധം കീറിമുറിക്കുമ്പോൾ പ്രതിരോധത്തിൽ ഉറച്ച കോട്ട കിട്ടുന്ന പൗ കുബ്രിയാസും ഗോൾ പോസ്റ്റിൽ വൻമതിൽ പോലെ നിൽക്കുന്ന ടൂർണമെന്റിൽ ഇതുവരെ ഒരു ഗോൾ മാത്രം അടങ്ങിയ സ്പാനിഷ് ഗോളി ഉനൈ സിമണും എതിർ ടീമിന് വലിയ വെല്ലുവിളിയാണ്. പിന്നെ എല്ലാ കണ്ണുകളും ഒരു യുവ താരത്തിലേക്കാണ്, ലാമിൻ യമാൽ. പ്രായം വെറും 19. പക്ഷേ ആത്മവിശ്വാസത്തോടെയുള്ള പ്രകടനം, വർഷങ്ങളുടെ അനുഭവമുള്ള താരത്തെ പോലെ. ഡ്രിബിളിംഗ്, വേഗം, വലിയ മത്സരങ്ങളിൽ പോലും ഭയമില്ലാത്ത സമീപനം. അവിടെ കാണാം ഭാവി ഫുട്ബോളിൻ്റെ സൂപ്പർ സ്റ്റാർ. എങ്കിലും ലോകകപ്പ് ഫൈനൽ എന്ന വേദി അദ്ദേഹത്തിൻ്റെ ആദ്യ അനുഭവം. മറുവശത്ത് പരിചയസമ്പത്ത് എന്ന വാക്കിന് മറ്റൊരു പേരായ ടീം അർജന്റീന. ഈ ടൂർണമെൻറ്റിൽ എല്ലാ മത്സരങ്ങളും ഒരേ രീതിയിലായിരുന്നില്ല അവർ ജയിച്ചു കയറിയത്. പക്ഷേ ഓരോ മത്സരങ്ങളിലും ജയിക്കാനുള്ള വഴി അവർ കണ്ടെത്തി. തോറ്റുപോയെന്ന് കരുതിയ മിനിറ്റുകളിൽ അവിശ്വസനീയമായ തിരിച്ചുവരവ്. അതാണ് ചാമ്പ്യൻ ടീമുകളുടെ അടയാളം. ആ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ ഇന്നും ഒരാളുണ്ട്, സാക്ഷാൽ മെസ്സി. 39-ാം വയസ്സിലും ഒരു നിമിഷം കൊണ്ട് കളിയുടെ ഗതി മാറ്റാൻ കഴിയുന്ന ഇതിഹാസം. മെസ്സി ഇന്നും ഈ ടീമിൻ്റെ ഹൃദയമിടിപ്പാണ്. ഗോൾ അടിക്കാത്ത ദിവസങ്ങളിലും കളിയുടെ താളം നിയന്ത്രിക്കുന്നത് മെസ്സി. കൂടെ കാവലാളായി ഡീപോളും പാരഡൈസും. അവസാന നിമിഷങ്ങളിൽ കത്തിക്കയറാനും വെടിപൊട്ടിക്കാനുമായി മാർട്ടീനസും ഉള്ളപ്പോൾ മത്സരം തീപാറുമെന്നുറപ്പ്. ടാക്ടിക്കലായി നോക്കുമ്പോൾ ഈ മത്സരം അത്യന്തം കൗതുകകരമാണ്. സ്പെയിൻ കൂടുതൽ സമയം പന്ത് കൈവശം വയ്ക്കാൻ ശ്രമിക്കും. അർജന്റീന അവസരം കിട്ടുമ്പോൾ അതിവേഗ കൗണ്ടർ അറ്റാക്കിലൂടെ തിരിച്ചടിക്കാൻ നോക്കും. ഒരു വശത്ത് യുവത്വത്തിൻ്റെ വേഗം, മറുവശത്ത് അനുഭവത്തിൻ്റെ കരുത്ത്. മത്സരത്തിൻ്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഒരു രാജ്യത്ത് ആഘോഷം പൊട്ടിപ്പുറപ്പെടും, മറ്റൊരു രാജ്യത്ത് കണ്ണീരും. മെസ്സിയുടെ കൈകളിൽ വീണ്ടും ലോകകപ്പ് ഉയരുമോ, അതോ ലാമിൻ യമാൽ പുതിയൊരു യുഗത്തിന് തുടക്കമിടുമോ? ആര് വീഴും, ആര് വാഴും? കാത്തിരിക്കാം മണിക്കൂറുകൾ മാത്രം.